പോയട്രി. എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേര്. ഇറ്റ്സ് ലൈക്ക് എ പോയട്രി. The first thing that he did right after he saw his partner, ഒരു കവിത ചൊല്ലുകയായിരുന്നു. It was a poetry that came out of it. What a beautiful kind of statement he said. പക്ഷെ എന്നാൽ 3-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിലേക്ക് വരുമ്പോഴേക്ക് ഒരു ഡസൻ വാക്യങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ. The same man is saying, നീ ആരാ ദൈവത്തെ, നീ എൻ്റെ കൂടെ ഇരിക്കാൻ തന്ന ഈ സ്ത്രീ. No, come on, this is not what you've been saying. നേരത്തെ പറഞ്ഞ അസ്ഥിയാണ്, മാംസമാണ്, എൻ്റെ ഫ്ലഷാണ്, എന്നിൽ നിന്ന് എടുത്തതാണ്, കവിതയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസ് ആയിരുന്നു. പക്ഷെ എല്ലാം പോയി. ഇപ്പൊ പറയാ സ്ത്രീ നീ തന്നത്, അത് എൻ്റെ ഒന്നുമല്ല. You know what played in between? Nobody else than Satan. അതിനെ ജോൺ മിൽട്ടൺ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിങ്ങനെയാണ്, ഈ ആദവും ഹവ്വയും കൂടെ കൈയോട് കൈ കോർത്ത് പിടിച്ചാണ് ഏദൻ തോട്ടത്തിലൂടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഹവ്വ എന്ന് പറഞ്ഞു, എന്നും ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചല്ലേ നടക്കുന്നത്, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ. ആദാം പറഞ്ഞു, അയ്യോ പാടില്ല, ദാറ്റ്സ് നോട്ട് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്. നമ്മൾ ഒരുമിച്ച്, ഇതാ നിങ്ങളുടെ പ്രശ്നം. Why don't you trust me? If I go alone, what is going to happen with me? Give me freedom. Don't think I'll be always subjugated to you. This is not good. അപ്പോൾ ആദാം അവസാനം പറഞ്ഞു, ഓക്കെ, then go ahead. അപ്പോൾ ഇവരിങ്ങനെ കൈ ഇങ്ങനെ വേർപിടിച്ച നിമിഷം തോട്ടത്തിന്റെ മറു സൈഡിൽ പാമ്പ് രൂപത്തിൽ സാത്താൻ ഇറങ്ങി വന്ന് എഴുന്നേറ്റ് ഓട്ടം. അപ്പോൾ ജോൺ മിൽട്ടൺ ചോദിച്ചു, ഹലോ വേർ ആർ യു ഗോയിങ്? അറിഞ്ഞില്ലേ അവിടെ കൈവിട്ടു. അവിടെ കൈവിട്ടു, നിനക്കെന്താ? കൈവിട്ടാൽ എവിടെ വരുമെന്ന് എനിക്കറിയാം. ചിലർ തമാശയ്ക്ക് പറയാറുണ്ട്, ആപ്പിൾ തിന്നതാണ് പ്രശ്നമെന്ന്. ഇന്നും പല കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന ഈ ആപ്പിൾ തന്നെയാണ്, പക്ഷെ ഫോണിന്റെ പുറകിലാണെന്ന് മാത്രം. സോ വി മസ്റ്റ് ബി വെരി വെരി കെയർഫുൾ കൺസേണിങ് ദ ലൂപ്പ് ഹോൾസ്. ശത്രുവായ പിശാച് കുടുംബങ്ങളെ തകർക്കാനും കുടുംബങ്ങളിലെ സമാധാനം നശിപ്പിക്കാനും സ്ട്രാറ്റജിക് ആയിട്ട് പദ്ധതികൾ തയ്യാറാക്കുന്ന ഈ അന്ത്യകാലത്ത് ജസ്റ്റിൻ്റെയും ഓഷൻ്റെയും കുടുംബജീവിതം ഒത്തിരി പേർക്കൊരു മാതൃകയാകുന്ന ഒരു കുടുംബജീവിതമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ ലോർഡ് ഗോഡ് ഹിംസെൽഫ് ഹു ഈസ് ഗോയിങ് ടു ജോയിൻ യു, യുണൈറ്റ് യു ടുഗദർ into the holy matrimony, and it is he himself who is going to guide you all through the strains and waves in this ocean called the world. അതിനാവശ്യമായ എല്ലാ സ്വർഗീയ കൃപയും തരട്ടെ. ഇന്ന് ഇങ്ങനൊരു വിവാഹം ഇവിടെ നടക്കുമ്പം വേദപുസ്തകം വിവാഹം എന്ന് പറയുമ്പോഴേ നമ്മളോട് പറഞ്ഞു തരുന്നത്, ഒരു വിവാഹം സ്വർഗത്തിൽ നടക്കാൻ പോകുന്നു. കാന്തയായ സഭ, മണവാട്ടിയ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന സഭ, മണവാളനായ കർത്താവ് വന്ന സഭയെ ചേർക്കാൻ പോകുന്നു. വാനമേഘങ്ങളിൽ ആ ഏറ്റവും സന്തോഷകരമായ ആ ഒരു അനുഭവത്തിൻ്റെ നിഴലാണ് ഇവിടെ ഇരിക്കുന്ന ഓഷൻ. സഭയായ കാന്തയുടെ സിംബൽ ആണ്. ഇവിടെ ഇരിക്കുന്ന ജസ്റ്റിൻ കാന്തനായ കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംബൽ. അങ്ങനെയൊക്കെ വേദപുസ്തകം ചിത്രീകരിക്കുന്നത്. സോ ഇറ്റ് റിമൈൻഡ്സ് us that we must be prepared for such a beautiful occasion to be with my Lord all the time. ഇന്ന് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്, ഒത്തിരി പ്രതിസന്ധികൾ. ലോകം മുഴുവനും അസമാധാനത്തിലൂടെ, യുദ്ധങ്ങളും പ്രശ്നങ്ങളും മഹാമാരികളും. പക്ഷെ ഇതെല്ലാം തീരാൻ പോകുന്നു. Soon we will hear that trumpet call. അതിനുവേണ്ടി നമ്മളെ ഒരുക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. May the Lord bless you together. ഒരു പാട്ട് നമുക്ക് ചേർന്ന് പാടാം, and then we will get into the sermon.
എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും കൈവിടില്ല. ചെറുപാടാണ്. ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഇന്നയോളമെന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, ആമേൻ. അവനെന്നുമെന്നും മതിയായവൻ. ചേർന്ന് പാടാം. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. അവനെന്നുമെന്നും മതിയായവൻ. അവൻ സകലത്തിലും മതിയായവൻ. ആമേൻ. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Hallelujah. Dearly beloved, we are gathered together here in the sight of God and in the face of this congregation to join together this man, Justin Sunny, son of late Kadakletu Sunny Verghese and Solikuti Sunny. Justin, would you kindly stand? At this moment, Ocean Grace Daniel, daughter of Daniel John Epen and Shirley Daniel. Ocean, would you please kindly stand? You can keep that also here. Yeah. In holy matrimony, which is commended of Apostle Paul to be honorable to everyone, and therefore is not by any to be entered into unadvisedly or lightly, but reverently, discreetly, advisedly, soberly, and in the fear of God. Into this holy estate, these two persons have come now to be joined. If any man show any just cause why they may not joyfully join together, let him or her now speak
or else hereafter forever hold his or her peace. Thank you for your silence as approval to this marriage. Justin and Ocean, as you both come forward and stand on the stage, you can face each other. You can stand there, face each other. Yeah. I request all of us to kindly stand and be in a prayerful attitude. Now let me ask for the declaration of intent. Justin Sunny, will you take Ocean Grace Daniel to be your wedded wife, to live together after God's ordinance in the holy estate of matrimony? Will you love her, comfort her, honor and keep her in sickness and in health, and forsaking all others, keep yourself only unto her so long as you both shall live? I do, I will. Let me ask now the declaration of intent from Ocean. Ocean Grace Daniel, will you take Justin Sunny as your wedded husband to live together after God's ordinance in the holy estate of matrimony? Will you love him, comfort him, honor and keep him in sickness and in health, and forsaking all others, keep yourself only unto him so long as you both shall live? I do. Thank you. Now let us hear a song, Inni Mangalyam Shobhikkuvan. At that time, I also request if the parents can join here on the stage. You can also please come and be here on the stage. They will come and sing. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യാൻ എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യാൻ എന്നും കനിവുള്ള ദൈവമേ. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യാൻ എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യാൻ എന്നും കനിവുള്ള ദൈവമേ. നിന്നടി കാനാവിൽ മടി പന്തൽ പന്തലങ്കരിച്ചു, നിന്നടി കാനാവിൽ മടി പന്തൽ പന്തലങ്കരിച്ചു. അന്നു രസമീയുണ്ടാക്കി എന്ന പോലിൻ നേരം വന്നു, അന്നു രസമീയുണ്ടാക്കി എന്ന പോലിൻ നേരം വന്നു. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. Justin and Ocean, the covenant you are going to make is the most significant covenant ever in your life. It is before the holy God and his holy congregation. Therefore, may I request you both now to bow your heads as we all bow our heads and pray, and seek the face of God for a special grace right now in your life. As you seek the face of God for his special grace, he will extend it to you not only for this hour, but throughout your lifetime. Let us just pause for a while and bow down our heads before the Lord and seek God's grace right now. Hallelujah.
presence fill this place, Lord. Hallelujah. Amen. Can you give your right hands? Hallelujah. Hallelujah. God Almighty, who was united Adam and Eve in the Garden of Eden as the first husband and wife, unite you both now as husband and wife and fill you up with all the riches of its abundance of love and grace, so as to enable you both to become a family according to the will of your heavenly Father right now. Thank you, Jesus. Justin, please repeat after me these statements of pledge. I, Justin Sunny, I, Justin Sunny, take the Ocean Grace Daniel take the Ocean Grace Daniel to be my wedded wife, to be my wedded wife, to have and to hold from this day forward, from this day forward, for better, for worse, for better, for worse, for richer, for poorer, for richer, for poor, in sickness and in health, in sickness and in health, to love and to cherish, to love and cherish, till death do us apart, till death do us apart, according to God's holy ordinance, God's holy ordinance, and there to do, and there to do, I give my pledge. I give my pledge. May the triune Lord and his holy congregation be the witness to this pledge. Can you hand over the mic to her? Look at him as you say this words of pledge. I, Ocean Grace Daniel, I, Ocean Grace Daniel, take the Justin Sunny take the Justin Sunny to be my wedded husband, to be my wedded husband, to have and to hold to have and to hold from this day forward, from this day forward, for better, for worse, for better to for worse, for richer, for poorer, for richer for poorer, in sickness and in health, in sickness and in health, to love and to cherish, to love and to cherish, till death do us apart, till death do us apart, according to according to God's holy ordinance, God's holy ordinance, and there to do, and that to do, I give my pledge. I give my pledge. May the triune Lord and his holy congregation be the witness to this pledge. Sorpurami Kararan. Yeah, you can. സ്വപുരമീ കരാറിന് സാക്ഷി നിൽക്കും നിന്മാനമേ സ്വർഗസ്ഥനീ ദമ്പതികൾ കാശീർവാദം ഏകിടട്ടെ ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോപിപ്പിച്ച നാൾ ഭാഗ്യനാൾ ഭാഗ്യനാൾ ദൈവം സംയോപിപ്പിച്ച നാൾ. Hallelujah. Go ahead. Go ahead. Exchange your ring. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Praise God. Praise God. Now, Justin and Ocean have consented together in holy wedlock and have witnessed the same before God and his company of saints, and thereto have given and pledged their faith each to the other, and have declared the same by joining hands. I do therefore, by the authority vested in me as a minister of the gospel of Jesus Christ, and in accordance with the law of our scripture, pronounces that they are husband and wife from this day forward, in the name of Father and the Son and the Holy Spirit. Amen. Shall we all clap our hands in appreciation to the newly wedded couple? Congratulations. May the Lord bless you. Yeah, you may go back.
Thank you, Jesus. Yeah. Now you may be seated. You also can be seated here. We will hear certain scripture portions. Yeah. As instructions to the newly wedded couple, and I request the concerned people to come forward and do the rest of the program. Yeah. Ephesians chapter 5, verse 21 onwards. Submit to one another out of reverence for Christ. Wives, submit yourself to your own husband as you do to the Lord. For the husband is the head of the wife, as Christ is the head of the church, his body, of which he is the Savior. Now, as the church submits to Christ, so also wives should submit to their husband in everything. Husbands, love your wives just as Christ loved the church and gave himself up for her to make her holy, cleansing her by the washing with water through the word, and to present her to himself as a radiant church, without stain or wrinkle or any other blemish, but holy and blameless. In the same way, husbands ought to love their wives as their own bodies. He who loves his wife loves himself. After all, no one ever hated their own body, but they feed and care for their body, just as Christ does the church. For we are members of his body. For this reason, a man will leave his father and mother and be united to his wife, and the two will become one flesh. This is a profound mystery, but I am talking about Christ and the church. However, each one of you also must love his wife as he loves himself, and the wife must respect her husband. Matthew chapter 19, verse 3 onwards. Some Pharisees came to him to test him. They asked, "Is it lawful for a man to divorce his wife for any and every reason?" "Haven't you read," he replied, "that at the beginning the Creator made them male and female, and said, 'For this reason a man will leave his father and mother and be united to his wife, and the two will become one flesh.' So they are no longer two, but one flesh. Therefore, what God has joined together, let no one separate." Thank you. As it is clearly read, what therefore God has joined together, let no man put asunder. Let me repeat it. Therefore, what God has joined together, let no man put asunder. I'm happy to say it again. Therefore, what God has joined together, let no man put asunder. Now at this time, they will sign the register. ആ സമയത്ത് രണ്ട് സാക്ഷികളും കൂടെ മുൻപോട്ട് വരും. കൊയർ ഒരു പാട്ട് പാടുന്ന സമയത്ത് അവർ രണ്ടുപേരും വന്ന് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്ന സമയമാണ്. You are filled with compassion and mercy and grace, with your banner of love over me. I am longing to see you one day, to face you and to be with you endlessly. Lord, how humbly you are to me. Lovely Lord, you are all to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me.
Praise God. Mr. Justin Sunny and Mrs. Ocean Grace ഇവർക്കുള്ള മാരേജ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് തുടർന്ന് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയ കുഞ്ഞുങ്ങൾ, മുട്ടുമേൽ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുകയും കർത്താവിൻ്റെ ദാസൻ പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മളെല്ലാം കുഞ്ഞുങ്ങളുടെ നേരെ കരം നീട്ടി കുഞ്ഞുങ്ങളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ദൈവിക സാന്നിധ്യത്താൽ നിറയപ്പെടുവാൻ ഇവരെ അനുഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ദൈവദാസൻ പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അങ്ങയുടെ മക്കൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ ഇന്നയോളം ദൈവം അവരെ നടത്തി അവർക്ക് ദൈവം കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വിദ്യാഭ്യാസത്തിനും കുടുംബങ്ങൾക്കുമായി നന്ദി. ഇന്ന് അനുഗ്രഹീതമായൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അങ്ങിവിടെ ഇറങ്ങി വന്ന് അവരുടെ കരത്താൽ അവരെ യോജിപ്പിച്ച് അവരെ ഒരു കുടുംബമാക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ഭക്തന്മാരായി ഞങ്ങൾ ഒന്നു ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. ജസ്റ്റിനൊരു അനുഗ്രഹമാകട്ടെ, ഓഷനൊരു അനുഗ്രഹമാകട്ടെ, അവർ ഇരു കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹമാകട്ടെ, അവരുടെ സഭകൾക്ക് അവരൊരു അനുഗ്രഹമാകട്ടെ. അനേകരുടെ മുമ്പിൽ ഒരു മാതൃകയുള്ള കുടുംബമായി നിലനിന്ന് തലമുറകളെ കണ്ടു സന്തോഷിപ്പാനും ദൈവകൃപയുള്ള ഒരു കുടുംബമായിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാനും പ്രാർത്ഥിച്ച് അവരെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അബ്രഹാമിനോടുകൂടെ സാറയെ, ബോവസിനോടുകൂടെ രൂത്തിനെ, അഖിലാവിനോടുകൂടെ പ്രിസ്കില്ലയെ അനുഗ്രഹിച്ചവനായ സർവശക്തനായ ദൈവം തന്നെ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. സർവശക്തന്റെ മുഖപ്രസാദം നിങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ഓരോ ദിവസങ്ങളും പുതിയ വഴികളിൽ, അത്ഭുതത്തിന്റെ പാതകളിൽ ദൈവം നിങ്ങളെ നടത്തുമാറാകട്ടെ. നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ. നിങ്ങളുടെ കരങ്ങളിലവരെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളെയും പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും ഇരിക്കാം. അനുഗ്രഹീത സങ്കീർത്തനം വായിക്കുന്നു. 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേൽ മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഈ നല്ല സങ്കീർത്തനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സിയോനിൽ നിന്നും യെരൂശലേമിൽ നിന്നും അനുഗ്രഹവും നന്മയും കാണട്ടെ. ആമീൻ. സ്വർഗീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളാലും കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് എൻലൈറ്റൻ ഫുൾ ഗോസ്പൽ ചർച്ച് മാവേലിക്കരയുടെ പേരിലും എൻലൈറ്റൻ ഫുൾ ഗോസ്പൽ ചർച്ച് കോർഫക്കാൻ, ഷാർജ എന്നീ ചർച്ചുകളുടെ പേരിലും പ്രത്യേകാൽ അജി ബ്രദർ, അതുപോലെ ജോണി പാസ്റ്റർ, മറ്റ് എൻലൈറ്റൻ എല്ലാ വേൾഡ് ഫാമിലിയുടെയും ആശംസകൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എൻലൈറ്റൻ ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡോക്ടർ ജെയിംസ് മാത്യു അവറുകൾ കുഞ്ഞുങ്ങൾക്കുള്ള ആശംസാ വാക്കുകൾ ഫോണിലൂടെ അറിയിക്കും. അദ്ദേഹം ഹൈദരാബാദിലാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ എത്തപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയ മകനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രിയ ദൈവദാസന്റെ വാക്കുകളിലേക്ക്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവാത്മാവ് നിങ്ങളെ യോജിപ്പിച്ചു. സ്തോത്രം പറയും. ഞാൻ ഫിസിക്കലി നിങ്ങളിവിടെ ഇല്ലെങ്കിലും ആത്മാവ് നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ബൈബിളിൽ നിന്ന് വാചകം ഞാൻ ഓർക്കുകയാണ്. അവന്റെ പാതകൾ തിരുവള്ളത്തിൽ അവന്റെ കാഴ്ചപ്പാടുകളെ അറിയാതെയായിരുന്നു. ലോകം വലിയ ഒരു പ്രശ്നത്തിൽ കടന്നു പോവുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ആഴിയിൽ പാതി വകുക്കുന്ന കർത്താവ്, God who prepared the road, the way in the water, in the ocean, God has prepared a way for you, and that is really a great beginning. And may you be a blessing to one another, blessing to both the family, blessing to both the parents on both the sides, blessing to both the churches, and be a blessing to the very generation. God has a great purpose for you. Let His purpose be fulfilled. I just got one sentence. As you become husband and wife, remember that you wanted a husband, the ocean wanted a husband, and just in
wanted a wife, but God wanted something by bringing you together. I repeat, you consider, oh God, you wanted something by bringing us together. Help us to fulfill that. So, in addition to what you want, consider what God wanted by bringing the man and woman together. Let that be fulfilled in your life. Thank and praise God for both the sides parents. Thank and praise God for the ministers who got involved. And I will continue to pray for you. Enjoy the best of life. May the heavens be open upon you. Thank you. God bless. I bless you. God bless. താങ്ക് യു പാസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ വിവാഹ ശുശ്രൂഷയുടെ അവസാന മിനിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രിയ ഫിന്നി ബ്രദർ മുമ്പോട്ട് കടന്നു വരും. വോട്ട് ഓഫ് താങ്ക്സിനുള്ള സമയമാണ്. അതിനുശേഷം പാട്ടിൻ്റെ ചില ഈരടികൾ പാടുകയും തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. Today what we witnessed, marriage of Justin and Ocean, is only because of God's unfailing love and His favors upon both the families. So as a family, we would like to thank God for all His mercies, all His loving kindness, and we pray that God may continue His presence in the lives of Justin and Ocean and guide them as they start their new journey. On behalf of Justin and Ocean and our families, I would also like to thank all of you who have gathered here to witness their marriage ceremony. I would like to thank our family members and friends from across the globe who stood with us and prayed and showed their love for us. I also thank our pastors and mentors, especially Pastor James, Enlightened Full Gospel Church, who took the lead and guided us in spiritual aspects. We thank him from the bottom of our heart. Unfortunately, due to, as Pastor Thomas reminded, that he could not join us, we pray that God may bless him abundantly. We would also like to thank Pastor Thomas for presiding the marriage ceremony today and for all the help extended from Full Gospel, Enlightened Full Gospel Church, Mavelikara. We would like to thank Dr. Sajikumar KP from India Baptist Theological Seminar for coming and officiating the wedding. Thank you for your prayers and your guidance. We would also like to thank New Life Fellowship Church, the pastoral team, and their elders for their prayers and support. We also would like to thank Philip Uncle and team, Charlotte Cha and Linda Chichi for their continuous prayer, support and involvement in and for this wedding. We thank Jaren and Rinju for their extraordinary love and support and for being with us all this time, helping us in every preparation and praying with us. We thank the management of Lee Meridian for helping us conduct this wedding in their property in a time like this. We thank Ebi and team for leading us in worship. We thank Jyotis for arranging the sound, the photography team for their service. We thank Vinith and the team. We also thank Deepa for decoration and arrangements. Heartfelt gratitude to all our friends who made calls on our behalf for various purposes. Last but not least, we would like to thank all of you for coming and gracing this event with your esteemed presence. We, especially the ones who are watching us live, who wanted to but couldn't join us during because of